ഇന്നെൻ്റെ അച്ഛൻ KSTയിൽ നിന്നും റിട്ടയർ ആവുന്ന ദിവസമാണ്. പൊതുവെ ഞാൻ സമ്മേളനങ്ങൾക്കൊന്നും പോകാറില്ല. പക്ഷെ ഇപ്രാവശ്യം അച്ഛൻ പറഞ്ഞു സമ്മേളനത്തിൽ പരിപാടി ഉണ്ടാവും, അച്ഛൻ്റെ റിട്ടയർമെൻറ്റ് പരിപാടി വരുന്നോ എന്ന് ചോദിച്ചു എന്നോട്. അപ്പോൾ ഞാൻ കൈൻഡ് ഓഫ് കൺഫ്യൂസ്ഡ് ആയിരുന്നു. എന്നിട്ട് അച്ഛനെ കൊണ്ടാക്കാൻ വേണ്ടി ഞാൻ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോയിട്ടുണ്ടായിരുന്നു സമ്മേളനത്തിൻ്റെ തലേ ദിവസം. അന്ന് ഞാൻ അങ്ങനെ അച്ഛനോട് സംസാരിച്ചിരുന്നപ്പോൾ അച്ഛൻ പറഞ്ഞു, ഇന്ന് ഇവിടുന്ന് ട്രെയിൻ കയറുമ്പോൾ ഞാൻ KSTയുടെ സംസ്ഥാന സെക്രട്ടറിയാണ്, പക്ഷെ തിരിച്ചു വരുമ്പോൾ ഞാൻ ഒന്നുമല്ല. അത് കേട്ടപ്പോഴാണ് അച്ഛനിത് എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണെന്നും ഇമോഷണലി ഇതിനോട് വളരെ കണക്റ്റഡ് ആണെന്നും എനിക്ക് മനസ്സിലായത്. അപ്പം തന്നെ ഞാൻ തീരുമാനിച്ചു എനിക്കും പോകണം, ഈ ഒരു പരിപാടി എനിക്കും കാണണമെന്ന്. എന്നിട്ട് ഞാൻ പിറ്റേ ദിവസം പരിപാടിയുടെ ഉച്ചയാകുമ്പോഴേക്കും ഞാൻ അവിടെ എത്തിയിട്ട് നേരെ നമ്മൾ ഫുഡ് കഴിക്കാനാണ് പോയത്. അതിന് ശേഷം അച്ഛൻ സ്റ്റേജിലേക്ക് പോയി, ഞാൻ അവിടെ മുകളിലിരുന്നു. അച്ഛൻ അവിടെ ഇരിക്കുമ്പോൾ തൊട്ടേ എനിക്ക് നേരെ മനസ്സിലാവുന്നുണ്ടായിരുന്നു അച്ഛൻ്റെ ഉള്ളിൽ ആ സ്ട്രെസ്സും ആങ്സൈറ്റിയും സങ്കടവും അതൊക്കെ നമുക്ക് നേരെ കാണാൻ പറ്റുന്നുണ്ടായിരുന്നു. കാരണം അച്ഛൻ വളരെ എക്സ്പ്രസീവാണ്. അച്ഛനൊന്നും ഒളിപ്പിച്ച് വയ്ക്കുന്നില്ല. അച്ഛനിപ്പോൾ ഫുള്ളി പുറത്ത് കാണിക്കുന്ന ഒരാളാണ് അച്ഛൻ. അപ്പോൾ ആ ഒരു ടെൻഷനെല്ലാം മുഖത്ത് നേരെ എനിക്ക് കാണാൻ പറ്റുന്നുണ്ടായിരുന്നു. എന്നിട്ട് പരിപാടി തുടങ്ങിയപ്പോഴൊക്കെ അച്ഛൻ വളരെ സങ്കടപ്പെട്ടിട്ടാണ് ഇരിക്കുന്നത്. എന്നിട്ട് അച്ഛന് സമ്മാനം നൽകാൻ വേണ്ടി വിളിച്ചു. എൻ്റെ കയ്യടി പലപ്പോഴും സന്തോഷങ്ങൾക്ക് വേണ്ടിയിട്ടാകുമല്ലോ, പക്ഷെ ഇപ്രാവശ്യം എല്ലാവരും കൈയടിക്കുമ്പോഴും എനിക്ക് ഫോക്കസ് ചെയ്തത് എന്താ വെച്ചാൽ അച്ഛൻ്റെ വിങ്ങി പൊട്ടിയ മുഖമാണ് കേട്ടോ. ഞാൻ നേരെ മനസ്സിലാവും. ആ ട്രോഫി പിടിക്കുമ്പോൾ അച്ഛൻ ശരിക്കും പൊട്ടിക്കരയുന്നുണ്ട്, പക്ഷെ അതൊക്കെ പിടിച്ച് വെച്ച് അച്ഛനൊരു ചിരിയിൽ ഒതുക്കിയിട്ട് ആ സമ്മാനം മേടിക്കുന്നതാണ് ഞാൻ നേരെ കണ്ടത്. പക്ഷെ നമുക്ക് മനസ്സിലാവുമല്ലോ എന്താണ് ഉള്ളിലെന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ പെട്ടെന്ന് കരഞ്ഞുപോയി. എന്നിട്ട് അച്ഛൻ പിന്നെയും സീറ്റിൽ പോയിരുന്നു. എന്നിട്ട് അച്ഛൻ പിന്നെയും ഒന്ന് ഓക്കെ ആയി വരുന്ന സമയത്താണ് അച്ഛനെ പ്രസംഗിക്കാൻ വിളിക്കുന്നത്. അച്ഛൻ്റെ പ്രസംഗം ഞാൻ കുറേ നാളായിട്ട് കേട്ടിട്ടില്ല. അപ്പോൾ ഇന്നാണ് ഞാൻ നേരെ അച്ഛൻ്റെ പ്രസംഗം കുറച്ചധികം സമയത്തിന് കേൾക്കുന്നത്. അച്ഛൻ പ്രസംഗിക്കാൻ തുടങ്ങിയപ്പോഴാണ് പല കാര്യങ്ങളും ഞാൻ കേൾക്കുന്നത്, ഇതിലേക്ക് വന്നതും അതേപോലെ അച്ഛന് ഇതിനായിട്ട് കണക്റ്റഡ് ആയൊരു സംഭവം, എത്രത്തോളം അച്ഛൻ ഇത് ഇമ്പോർട്ടൻ്റ് ആണ് എന്നതൊക്കെ എനിക്ക് മനസ്സിലായ പ്രസംഗത്തിലൂടെ ആയിരുന്നു. ആൻഡ് അതിൽ അച്ഛൻ എന്നെ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. കാരണം ഈ പാർട്ടി പരിപാടികളുടെ ഓരോന്നിന് വേണ്ടിയിട്ട് അച്ഛൻ സമയം കണ്ടെത്തുമ്പോൾ പലപ്പോഴും എനിക്കും എൻ്റെ കുടുംബത്തിനും അച്ഛൻ്റെ സമയം കുറവല്ലേ നമുക്ക് കിട്ടുള്ളൂ. അപ്പോൾ അതൊക്കെ മെൻഷൻ ചെയ്തപ്പോൾ എനിക്ക് പെട്ടെന്ന് എൻ്റെ ചൈൽഡ്ഹുഡിലേക്കൊക്കെ എൻ്റെ മെമ്മറി പോയി. അച്ഛനത് പറഞ്ഞിട്ട് പെട്ടെന്ന് എന്നെ നോക്കിയപ്പോൾ വീണ്ടും ഞാൻ ഡൗണായി, ഞാൻ വീണ്ടും കരഞ്ഞു. അപ്പോൾ അത് അച്ഛൻ കണ്ടപ്പോൾ അച്ഛനും കയ്യും ചെറുതായിട്ട് പോയി. എന്നിട്ട് അച്ഛൻ പ്രസംഗം കഴിഞ്ഞിട്ട് അവിടെ സീറ്റിൽ തന്നെ പോയിരുന്നു. നല്ല പ്രസംഗമായിരുന്നു. ആൻഡ് അതെപ്പോഴും ഞാൻ എടുത്തു വയ്ക്കും, ആ ഒരു മൊമെൻറ്റും വീഡിയോയും എല്ലാം. എന്നിട്ട് അച്ഛൻ അതിന് ശേഷം പിന്നെയും കുറച്ചൊക്കെ ഓക്കെ ആയി വരാൻ തുടങ്ങി. എന്നിട്ട് പരിപാടി കഴിഞ്ഞ് എല്ലാവരും കൂടി ഫോട്ടോ ഒക്കെ എടുത്തു. അച്ഛൻ എല്ലാവരോടും യാത്ര പറയാൻ തുടങ്ങി. നല്ല രസമായിരുന്നു അത് കണ്ടു നിൽക്കാൻ. കാരണം അച്ഛൻ എല്ലാവരോടും പോയി യാത്ര പറയുന്നു, ഒരുപാട് ആൾക്കാരോട് സംസാരിക്കുന്നു. അതെങ്ങനെ പറഞ്ഞ് എനിക്ക് നിങ്ങളിലേക്ക് എത്തിക്കാന്നറിയില്ല, ബട്ട് എനിക്കത് വളരെ സ്പെഷ്യൽ മൊമെൻ്റ് ആയിരുന്നു. എന്നിട്ട് അതിനുശേഷം ഞാൻ ആ ട്രോഫിയൊക്കെ പിടിച്ച് വളരെ ഹാപ്പി ആയിരുന്നു ആ സംഭവത്തിൽ. കാരണം ഞാൻ പോയില്ലായിരുന്നെങ്കിൽ ഇതൊക്കെ മിസ്സാവുമായിരുന്നല്ലോ എന്നൊക്കെ ഞാൻ ആലോചിച്ചിട്ടുണ്ടായിരുന്നു. ഇത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരുപാട് എനിക്കതൊന്ന് മനസ്സിലാക്കാൻ പറ്റി. അപ്പോൾ ഒരു മൊമെൻറ്റിൽ ഞാനത് എന്തിനാ പോകുന്നത് എന്ന് വിചാരിച്ചിരുന്നെങ്കിൽ എനിക്കിപ്പോൾ അച്ഛൻ്റെ ഒപ്പം നിൽക്കാനും എനിക്കിതൊന്ന് എക്സ്പീരിയൻസ് ചെയ്യാനും പറ്റുന്നതാണില്ല. എൻ്റെ അതിന് ശേഷം നമ്മൾ ബീച്ചിലേക്ക് പോയി. ബീച്ചിൽ പോയിട്ട് കുറച്ച് നേരം നിന്നിട്ട് തിരിച്ചു പോന്നു.